നമസ്കാരം. ഇക്കഴിഞ്ഞ 7 സംസ്ഥാനങ്ങളിലായി 13 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മിക്ക സീറ്റുകളും തൂത്തുവാരി ഇന്ത്യ മുന്നണി NDAക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. നേരത്തെ BJP സ്വായത്തമാക്കിയിരുന്ന പല സീറ്റുകളും ഇന്ത്യ മുന്നണി തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് വാസ്തവം. 13 സീറ്റുകളിൽ 10 എണ്ണവും നേടി ഇന്ത്യ മുന്നണി വരവറിയിച്ചത് ഒരുപക്ഷെ ചെറുതായൊന്നുമല്ല BJP ക്യാമ്പുകളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം ഇപ്പോഴും BJP തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ മിന്നുന്ന പ്രകടനം, തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന പരാജയം, ഘടകകക്ഷികളിൽ നിന്ന് നിരന്തരം ഉയരുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 13 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവയെല്ലാം തന്നെ മിക്കവാറും ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ 4 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ ഇന്ത്യ മുന്നണിയും വിജയിച്ചു കയറുകയാണ്. ബാക്കി നടന്ന 2 സീറ്റുകൾ DMKയും അതുപോലെ തന്നെ 1 സീറ്റ് ആം ആദ്മി പാർട്ടിയും 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിക്കുകയാണ്. 10 സീറ്റോളം കോൺഗ്രസ് നേടുക എന്ന് പറയുമ്പോൾ അത് ചെറുതായ ഒരു കാര്യമല്ല. കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണി നേടുക എന്ന് പറയുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. BJPയുടെ ഏറ്റവും ശക്തമായ ചില മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയം നേടി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും കനത്ത പരാജയം ഏറ്റത് പശ്ചിമ ബംഗാളിലാണ്. തുടർച്ചയായി അവിടെ BJPക്ക് പരാജയമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന പല സീറ്റുകളും പിടിച്ചെടുക്കുവാൻ വളരെ ശക്തമായ ശ്രമമാണ് നടത്തിയതെങ്കിലും ആ സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാൻ അവിടെ ഇപ്പോൾ നടന്ന 4 സീറ്റുകളിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേരത്തെ അത് BJPയോടൊപ്പമായിരുന്നെങ്കിൽ ആ സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുന്നതിനും നിലനിർത്തുന്നതിനും തൃണമൂൽ കോൺഗ്രസിന് സാധിച്ചിരിക്കുകയാണ്. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലെ ഭൂരിഭാഗം സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ച് കയറുക വഴി വലിയ ഒരു തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലായാലും പശ്ചിമ ബംഗാളിലായാലും ഹിമാചൽ പ്രദേശിലായാലും ഒക്കെ ഉത്തരാഖണ്ഡിലായാലും 7 സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശിൽ മാത്രമാണ് അല്പമെങ്കിലും ആശ്വസിക്കാനാകാവുന്ന ഒരു വിജയം BJPക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ ഉത്തരാഖണ്ഡിൽ 2 സീറ്റിൽ 1 കോൺഗ്രസ് പിടിച്ചെടുത്ത്, അതുപോലെ തന്നെ പഞ്ചാബിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അവർ നിലനിർത്തി. മധ്യപ്രദേശിൽ BJP ഏതാണ്ട് സീറ്റ് നിലനിർത്തി മുന്നോട്ട് പോയി. എന്നാൽ ബംഗാളിൽ പല പ്രദേശങ്ങളിലും BJPക്ക് സീറ്റുകൾ നഷ്ടമാകുന്നത് ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ നൽകുന്ന ചില സൂചനകളാണ്. ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന പരാജയം ഒരുപക്ഷെ BJPക്ക് ന്യായീകരിക്കുവാൻ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ത്യ മുന്നണിക്ക് മിന്നുന്ന വിജയം ഉണ്ടാകുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനും തുടർച്ചയായിട്ടുള്ള ഈ വിജയങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ അണികളെ കൂടെ നിർത്തുന്നതിനും രാഹുൽ ഗാന്ധിയെ ശക്തനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ കഴിഞ്ഞ ലോക്സഭയിൽ 18ാം ലോക്സഭയിലെ ആദ്യ സമ്മേളനത്തിൽ തന്നെ വലിയ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ മികച്ച പ്രസംഗം ഒരുപക്ഷെ എല്ലാ മേഖലകളെയും സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ മോദിയെ മലർത്തിയടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിലേക്ക് തൻ്റെ പ്രസംഗം അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ, അതായത് നേരത്തെ എല്ലാവരും പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു മികച്ച ഭരണ തന്ത്രജ്ഞനായി രാഹുൽ ഗാന്ധി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് 18ാം ലോക്സഭ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തുടർച്ചയായിട്ടുള്ള BJPക്ക് നേരിടുന്ന പരാജയങ്ങൾ തെരഞ്ഞെടുപ്പിലായാലും നയപരമായ തീരുമാനങ്ങളിലായാലും ഇതൊക്കെ തന്നെ BJPയുടെ വരുംകാല രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ലോക്സഭാ സീറ്റിലുണ്ടായ കനത്ത പരാജയവും 99 സീറ്റ് നേടി കോൺഗ്രസും ഏതാണ്ട് 230ഓളം സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണിയും വലിയ ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് BJP ക്യാമ്പുകളെ പോലും അമ്പരപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. പഴയ BJPയുടെ അജണ്ടകളിൽ നിന്ന് മാറി പുതിയ തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത ഈ തെരഞ്ഞെടുപ്പുകൾ BJPയെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ഒരുപക്ഷെ
രാമക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്കേറ്റ കനത്ത പരാജയം, ഫൈസാബാദിൽ പോലും ബി ജെ പിക്കേറ്റ കനത്ത പരാജയം ബി ജെ പി മാറി ചിന്തിക്കേണ്ട കാലമായി എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. എന്തായാലും ഈ ഉപസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന മത്സരങ്ങളിൽ 13 സീറ്റുകളിലേക്ക് നടന്ന ഈ മത്സരത്തിൽ 10 ഇന്ത്യ മുന്നണിക്ക് നേടാനായി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റമുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ലോകസഭയിലെ പ്രകടനത്തിലായാലും സമസ്ത മേഖലകളിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിലായാലും ഇന്ത്യ മുന്നണി വിജയം കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ തുടക്കത്തിൽ ഇന്ത്യ മുന്നണി ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യമുയർത്തി മുന്നോട്ട് പോയപ്പോൾ, മണിപ്പൂർ പ്രശ്നം ലോകസഭയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് വന്നപ്പോൾ അതിനൊക്കെ കോൺഗ്രസിനെതിരെ തിരിച്ചടിക്കുവാൻ ബി ജെ പി ശ്രമിച്ചത്, ഓം ബിർള എന്ന സ്പീക്കർ ഉൾപ്പെടെ ശ്രമിച്ചത് പഴയ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ആ കെണിയിൽ വീഴാതെ അടുത്ത ദിവസം മിന്നുന്ന പ്രകടനമായിരുന്നു ലോകസഭയിൽ രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചത്. അതിനുശേഷം തുടർന്ന് അവിടുന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള തിരിച്ചടികൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയ തങ്ങൾ കേൾക്കാൻ പോകുന്ന മുറിവുകളാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഒരു പ്രതിപക്ഷത്തിന്റെ തീപ്പൊരി നേതാവെന്ന നിലയിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയനായി സ്വയം പരിണമിച്ച് സ്വയം ആർജിത ശക്തിയുള്ള നല്ലൊരു നേതാവായി പരിണമിച്ചു എന്നതിൻ്റെ കാഴ്ച കൂടിയാണ് ഈ ലോകസഭാ സമ്മേളനങ്ങൾ മുൻപ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ബി ജെ പി നെയ്തെടുത്ത ഭയത്തിൻ്റെയും ആശങ്കയുടെയും വലകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം എക്സിൽ പങ്കുവച്ച വാർത്തകളോടൊപ്പം പറഞ്ഞിരുന്നത് ബി ജെ പിയുടെ കനത്ത പരാജയമേറ്റിട്ടുള്ള തലങ്ങളിൽ ഇതാ തങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഭയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകിയ അതേ സ്ഥലങ്ങളിലേക്ക് തങ്ങൾ ഇന്ത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, തങ്ങൾ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓരോ വിഷയത്തിലും വളരെ ശ്രദ്ധയോടെ അജണ്ടകൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ശേഷിയായി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം ആദ്യ സമ്മേളനത്തിൽ തന്നെ നീറ്റ് പരീക്ഷ പ്രശ്നം മുതൽ കർഷകരുടെ പ്രശ്നം വരെ, തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഭരണഘടനയെ പലപ്പോഴും അട്ടിമറിക്കാൻ നടത്തുന്നു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ ലോകസഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ ബി ജെ പി അത് അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ലോകസഭയിൽ നടത്തിയ പല പ്രസംഗങ്ങളും രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ മുമ്പൊക്കെ അവഗണിച്ചിരുന്ന ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പ്രസംഗത്തിനിടയിൽ തന്നെ 3, 4, 5 തവണ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെടുന്നത് ആശങ്കകൾ കൊണ്ടാണെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് ഷെയർ, വോട്ട് വിഹിതം വളരെയധികം വർദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് വലിയ വ്യത്യാസമല്ലാതെ കോൺഗ്രസിന് ലഭിച്ച ഈ വോട്ടിംഗ് ഷെയർ, വോട്ട് വിഹിതം, അത് കോൺഗ്രസ് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം എന്നുള്ളതാണ് ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു നിരീക്ഷണം. കാരണം തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാതെ അതേസമയം ബി ജെ പി കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. വോട്ട് വിഹിതം കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ഇത്തവണ നേടുന്ന മിന്നും വിജയങ്ങൾക്ക് പിന്നിൽ പലതും നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ, വലിയ മെയ്വഴക്കങ്ങൾ ഇല്ലാതെ ഉണ്ടാക്കിയ സഖ്യങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ വലിയ മെയ്വഴക്കത്തോടുകൂടി നേരത്തെ 400-ലധികം സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നുവെങ്കിൽ
ഇപ്പോഴേതാണ്ട് 300ഓളം സീറ്റുകളിൽ മാത്രം മത്സരിച്ചുകൊണ്ട് ഘടകകക്ഷികൾക്കൊക്കെ സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പരമാവധി ഘടകകക്ഷികളെ കൂടെ കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും നടത്തിയ തന്ത്രമാണ് അവരെ മികച്ച വിജയത്തിലേക്ക് നയിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും അധികാരത്തിലിരിക്കുന്ന BJPക്ക് ഇപ്പോൾ രാജ്യസഭയിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ചില സ്വതന്ത്ര കക്ഷികളുടെ പിന്തുണ വേണ്ടി വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് അവരുടെ 3-4 അംഗങ്ങൾ രാജിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം രാജ്യസഭയിലും ഏതാണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് BJP. അതുകൊണ്ട് വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഒരുപക്ഷെ BJP നന്നായി വിയർക്കും എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയവും രാജ്യസഭയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷവും BJPക്ക് തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ 2024 BJPയെ സംബന്ധിച്ചിടത്തോളം ശുഭവർഷമാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ലോകസഭയിലേറ്റ കനത്ത പരാജയം അതിൻ്റെ ഒരു സൂചന എന്നോണം 13ഓളം സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ച് കയറുക, കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യം വിജയിച്ച് കയറുക, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ലോകസഭയിലാണ് മാത്രമായിരുന്നു, കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വോട്ട് ശൈലിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇപ്പം കേരളത്തിൽ തന്നെ മുൻപൊക്കെ ലോകസഭയിൽ മിക്ക സീറ്റുകളും കോൺഗ്രസ് വിജയിച്ച് കയറുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതേസമയം ഭൂരിഭാഗം സീറ്റുകളും LDF നേടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് രണ്ട് തലത്തിലേക്ക് നടക്കുന്ന വോട്ടും ശൈലികൾ വ്യത്യാസമാണ്. അപ്പോൾ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഒരേപോലെ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും മുന്നേറ്റം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൂചകമാണ്, ഒരു ഫലകമാണ്. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഏറെ ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം വാടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷമില്ലാതെ ഉണ്ടാക്കിയെടുത്ത സഖ്യങ്ങളിൽ നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാത്തിരുന്ന് ആ ഭരണത്തിന്റെ തന്നെ ശിഥിലീകരണത്തിലൂടെ അല്ലെങ്കിൽ ആ ഘടകകക്ഷികൾ തമ്മിലടിച്ച് ആ ഭരണം താഴെ വീഴുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമെന്നുള്ള ശൈലിയാണ് രാഹുൽ ഗാന്ധി അവലംബിച്ചത്. അതുതന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 സീറ്റുകളിലെ വിജയം, അതായത് 13 നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ 10 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി നേടിയ വിജയം, അതിൽ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും വലിയ വിജയം അവകാശപ്പെടാം. ബാക്കി ഉള്ള വിജയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രൻ മാത്രമാണ് ബീഹാറിൽ നിന്ന് വിജയിച്ച് കയറിയത്. അവിടെ ഹിമാചലിൽ നിന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ പോലും അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒരു സീറ്റിൽ അവിടെയുള്ള മുഖ്യമന്ത്രിയുടെ ഭാര്യ മത്സരിച്ച മണ്ഡലം എന്ന് പറയുന്നത് BJP മുൻപ് വളരെ ശക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലമായിരുന്നു. ആ മണ്ഡലം ശക്തമായി തിരിച്ചു പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ടായ വിജയം അതിനെ നിസ്സാരമായൊരു വിജയമായല്ല കാണേണ്ടതെന്നും തുടർച്ചയായി BJPയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന എല്ലാ തരത്തിലും, അത് ലോകസഭയിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പാർലമെന്റിലെ ഓരോ സമ്മേളനങ്ങളിലും, ഇത് കൂടാതെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും BJPയെ സംബന്ധിച്ചിടത്തോളം ചോദ്യചിഹ്നമായി മാറുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുതിയ അജണ്ടകളില്ലാതെ, വികസനത്തിന്റെ പുതിയ രീതികളില്ലാതെ, അതുപോലെ തന്നെ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു അജണ്ട ഇല്ലാതെ BJPക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവ് BJPക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും ശരിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരും തെരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സമൂഹത്തിൽ BJP ഇലക്ഷൻ പ്രക്രിയയുമായി നേരിടുമ്പോൾ, ഇപ്പൊ കേരളത്തിൽ തന്നെ അതിന്റെ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സ്വായത്തമാക്കുന്നതിന് വേണ്ടി BJP കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരുപക്ഷെ ജോർജ് കുര്യനെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തിൽ എത്തിക്കുക വഴി കേരളത്തിൽ നിന്ന് പിന്നോക്ക വിഭാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ടുകൾ നേടിയെടുക്കാതെ ഒരു ഈ ബൈപോളാർ നേരത്തെ ഇരുധ്രുവ രാഷ്ട്രീയ ക്രമം ഉണ്ടായിരുന്ന കേരളത്തിൽ BJPക്ക് ഒരു കടന്നുകയറ്റം സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആ തന്ത്രവും BJP പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ കണ്ണടച്ച് നമുക്ക് നിരാകരിക്കാനാവില്ല. എങ്കിലും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന ഈ നേട്ടവും അതുപോലെ തന്നെ ലോകസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിന്നുന്ന പ്രകടനങ്ങളും രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവ ശക്തിയിൽ വന്ന മാറ്റങ്ങളും എല്ലാം കാണിക്കുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഓരോ തീരുമാനവും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ജനതയും ചെറുപ്പക്കാരും ഒക്കെ ഇവിടെയുണ്ട് എന്നുള്ള വാർത്ത തന്നെയാണ്.
ഒരു ശ്രദ്ധേയമായൊരു നിരീക്ഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ BJPക്ക് നേട്ടമുണ്ടായ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ യുവാക്കളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും വോട്ടുകൾ കൂടുതലായി സ്വായത്തമാക്കുവാൻ BJPക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി യുവാക്കളെ ആകർഷിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഏറെക്കുറെ കഴിയുന്നതായിട്ടുള്ള ചില പഠന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, ഇന്ത്യ മുന്നണിയിൽ രൂപീകൃതമായിട്ടുള്ള പുതിയ സഖ്യങ്ങൾ, ഇതൊക്കെ ഏറെ പ്രതീക്ഷയോടെ നമുക്ക് കാണാം വരുംകാല രാഷ്ട്രീയത്തിൽ. എന്തായാലും ശുഭസൂചകമായി മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ശക്തമാകുന്നത് ഒരുപക്ഷെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്.